മുണ്ടക്കയിലെ ചെളിയിൽ ആഴ്ന്നു കിടക്കുന്നയാളുടെ ദൃശ്യങ്ങളാണ് ആ കല്ലിൻ്റെ ഇടയിൽ ഒരു കൈ പ്രേക്ഷകർക്ക് കാണാം. ആ കയ്യിലുള്ള ആളാണ് ഇനി കൈ കൊടുത്ത് നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടത്. വളരെ 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 സങ്കീർണമാണ്. അവിടേക്ക് എത്തിച്ചേരുക വളരെ ദുസ്സഹമാണ്. ആ കല്ലുകൾക്കിടയിൽ, ആ ചെളികൾക്കിടയിൽ നേരത്തെ നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചത് ഈ ശ്രീ രാഘവൻ, അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഇദ്ദേഹത്തിൻ്റെ തലയോളം ഭാഗം ഉണ്ടായിരുന്നുവെന്നാണ്. ചെറിയൊരു ശരീരഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്ത് കാണുന്നത്. കൺമുന്നിൽ കാണെ താഴേക്ക് പോകുന്ന ഒരു വളരെ പ്രതികൂലമായ അവസ്ഥയുണ്ട്. വളരെ ദയനീയമായ കാഴ്ചയാണ്. പലപ്പോഴും ഇത്തരം കാഴ്ചകൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും കാണേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും ദുസ്സഹമായ കാര്യം. ഇപ്പോൾ നമ്മളുടെ വാർത്താ സംഘം ദീപക് എത്രയും പെട്ടെന്ന് നമ്മുടെ സംഘത്തിന് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയുള്ള ഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പാറയിൽ പിടിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പോകാം. ആ പാറയൊന്ന് ഇളകിയാൽ അദ്ദേഹത്തിന് താഴേക്ക് പോകാം. അവിടെ ആ മനുഷ്യനെ നമുക്ക് രക്ഷപ്പെടുത്തണം. കുറച്ച് മണിക്കൂറുകളായി നിൽക്കുന്നു. അവിടെയും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. വെല്ലുവിളികൾ ഓരോന്നായിട്ട് വരുന്നു. ആ വെല്ലുവിളികളെ അതിജീവിച്ച് വേണം രക്ഷാ ദൗത്യത്തിന് അവിടെ എത്താൻ. NDRF സംഘം അവിടെ എത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. MLA-യുടെ നേതൃത്വത്തിലുള്ള സംഘം വടം കെട്ടി അവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മറ്റു സംഘാംഗങ്ങളും അവിടെ എത്തുന്നുണ്ട്. പക്ഷേ ശ്രീ രാഘവൻ പറയുന്നത് പോലെ നിസ്സഹായനായ അദ്ദേഹത്തിന് കണ്ടു നിൽക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. അവിടെ അവർക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. രക്ഷാദൗത്യത്തിന് പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും പോരാതെ വരുന്നു. രക്ഷാസംഘത്തിന് അവിടെ എത്താനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് നിലവിൽ ആ ഭാഗത്തേക്കുള്ള വഴിയിൽ ഉടനീളം വലിയ പാറക്കല്ലുകളും ഒഴുക്കുമാണ്. അതിനെ അതിജീവിച്ച് വേണം വരാൻ. ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ജീവനോടെ തിരികെ വരും. നമുക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. റിപ്പോർട്ടർ ചാനലിൽ ഈ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം, മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്ത് ചെളിയിൽ ഏകദേശം കഴുത്തോളം മുങ്ങി നിൽക്കുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ജീവൻ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൈകാലിട്ടടിക്കണം. വലിയൊരു തടിക്കഷണമാണതെന്ന് തോന്നുന്നു. അതല്ല, 2 പാറക്കഷണങ്ങളാണ് അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ഒഴുക്കുമുണ്ട്. ആ പുഴ ഒന്നാകെ വഴിമാറി ഒഴുകിയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അതിൻ്റെ ഒത്ത മധ്യത്തിലാണ് ഈ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ഒരാൾ ജീവന് വേണ്ടി യാചിക്കുന്ന കാഴ്ചയാണ്. തീർച്ചയായും വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച. ദീപക്, നമുക്ക് എത്ര സമയമുണ്ട് ഇനി അവിടേക്ക് എത്താൻ രക്ഷാദൗത്യത്തിന്? ഒപ്പം ശ്രീ രാഘവൻ്റെയും ടെലിഫോൺ കോൾ ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ശ്രദ്ധയും ഇതുപോലുള്ള നിരവധി മനുഷ്യരെ രക്ഷിച്ചുകൊണ്ടാണ് ദൗത്യസംഘം ആ ഭാഗത്തേക്ക് പോകുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. തീർച്ചയായും നമുക്ക് ഈ മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. വലിയ പ്രതീക്ഷയുണ്ട്. ദൗത്യസംഘം തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വളരെ വേഗം അവിടേക്ക് പോയി നമുക്ക് രക്ഷിക്കണം. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം ആ പുഴ മറികടന്ന്, ഈ ചെളിയും മറികടന്ന് വേണം രക്ഷാ ദൗത്യസംഘത്തിന് അവിടേക്ക് എത്താൻ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ശ്രീ രാഘവൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ അദ്ദേഹം ചലിക്കുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും എന്ന പ്രതീക്ഷ തന്നെയാണ്. ഒത്ത മധ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അവിടെ വലിയ ചെളിയുണ്ടെന്നും മനസ്സിലാക്കുന്നു. ശ്രീ രാഘവൻ, നമുക്ക് ഈ ദൗത്യസംഘത്തെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അടുത്ത് തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് എത്താൻ ഇതുവരെ സാധിച്ചില്ല. എന്നുവെച്ചാല് പുഴയുടെ ഒരു 3-4 ചാലുകളായിട്ട് വളരെ സുഖത്തോടു കൂടി തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുഴ നമ്മൾ മാർച്ച് കടന്നിരിക്കുന്നു. ബാക്കിയുള്ള മുണ്ടക്കയിൽ നിന്ന് വരുന്ന നദി കടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. മണ്ണും ചെളിയും എല്ലാം കൂടെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം അദ്ദേഹത്തിന്റെ തലഭാഗം മാത്രം. ശ്രീ രാഘവൻ, ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം നിൽക്കുന്നത് 2-3 കല്ലുകൾക്കിടയിലാണ്. അപ്പോൾ ഒരു കല്ലിൽ പിടിച്ച് നിൽക്കുന്നു എന്നതുകൊണ്ട് താൽക്കാലികമായി അദ്ദേഹം സുരക്ഷിതനാണ്. പക്ഷേ അദ്ദേഹം തളർന്നു പോകാൻ സാധ്യതയുണ്ട്. മണിക്കൂറുകളായി അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ വിളിച്ചു പറയുന്നത് അയാൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ അദ്ദേഹത്തിന്റെ നിലവില്. ഓക്കെ, എനിക്കറിയാം ശബ്ദം തടസ്സപ്പെട്ടില്ലേ. നമുക്ക് നോക്കൂ, ശ്രീ രാഘവൻ അങ്ങ് അടക്കമുള്ളവർ നമുക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് എന്താണെന്ന് പ്രാദേശികമായി ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കൂ. അല്പസമയത്തിനുള്ളിൽ NDRF-ന്റെ സംഘം അവിടെ എത്തും. നമ്മൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിനിസ്റ്റർക്കും ഈ വിവരം പാസ് ചെയ്തിട്ടുണ്ട്, ലൊക്കേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, കളക്ടർക്ക് ഈ ലൊക്കേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, ഒപ്പം പോലീസിനും ഈ ലൊക്കേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധ്യമായ എല്ലാ ഇടങ്ങളിലേക്കും നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരവിടെ എത്തിച്ചേരും. തീർച്ചയായും മണിക്കൂറുകളായി ആ തണുത്ത ചെളിക്കുള്ളിൽ ഉടലാകെ പൂണ്ട് നിൽക്കുകയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത്. അദ്ദേഹത്തെ നമുക്ക് തിരികെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുണ്ടക്കൈ സ്കൂളിൻ്റെ പരിസരത്ത് ശ്രീ രാഘവൻ അലേർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് പോയത്. ശ്രീ രാഘവൻ അടക്കമുള്ളവർ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നിരവധി